എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നും ഉദയൻ സാറാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. GCD കോയിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. എൻ്റെ പേര് ഉദയൻ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്വദേശിയാണ്. ഞാൻ ഈ GCD എന്ന് പറയുന്ന പ്രോജക്റ്റിൽ ഒരംഗമാണ്. GCD പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടർ ഉദ്ദേശിക്കുന്ന ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. ആ പേരിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായ ആശയം വന്നിട്ടുണ്ട്, ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആശയം പിടികിട്ടും. അപ്പോൾ ഈ പ്രോജക്റ്റിലേക്ക് വരാനുണ്ടായ കാരണം, ഇപ്പോൾ ഇന്ന് ലോകമെമ്പാട് കണ്ട് 20,000-ൽ പരം ക്രിപ്റ്റോ കറൻസികൾ പല പേരിൽ പല കമ്പനികളായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഡിജിറ്റൽ കറൻസിയാണ് അത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഒരു റോബോട്ടും ഒരു ഓഫീസ് റൂമും ഉണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെ സമീപിച്ചാൽ അവർ ക്രിപ്റ്റോ കറൻസി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അത്രയ്ക്ക് ഡെവലപ്മെൻറ്റ് ഈ സംഭവത്തിലായിട്ടുണ്ട്. നമ്മളതൊന്നും കാര്യമായിട്ട് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ് കമ്പനികൾ പൈസ അടിച്ചു മാറ്റാൻ വരുന്നതുകൊണ്ട്, അങ്ങനൊരു അറിവില്ലാത്ത സമയത്ത് അങ്ങനൊരു കമ്പനിയിലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ലക്ഷങ്ങൾ പോയ ഒരാളാണ് ഞാൻ. ചുരുക്കം പറയാൻ, ഇതിനകത്ത് നടക്കുന്ന ചതിവുകളും വഞ്ചനകളും, ഡിജിറ്റലായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പിന്നെ മൂല്യവർദ്ധിതമായ ഒരു പണം ലോകത്തില്ലാത്ത രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു 12-13 വയസ്സുള്ള പ്രായമുള്ളൊരു ബാലൻ, ജപ്പാൻകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് സതോഷി നഗോമോട്ടോ എന്നായിരുന്നു. ജനിച്ച സമയം തന്നെ ഒരു റോബോട്ടിക് ബ്രെയിനുമായിട്ട് ജനിച്ച ഒരു കുട്ടിയാണ്. അസാധാരണമായൊരു ചിന്തകളും റോബോട്ടിക് ബ്രെയിനുമായിട്ട് ജനിച്ച ഒരു കുട്ടിയായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് രണ്ട് ചിന്തകൾ വന്ന്, അതിലൊന്ന്, ഈ ഇൻ്റർനെറ്റിലും ഡിജിറ്റലായിട്ടും നടക്കുന്ന മനുഷ്യനെ പറ്റിക്കുന്ന ഈ ചതിക്കുന്ന ഈ പരിപാടി എങ്ങനെ അവസാനിപ്പിക്കാം. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ, ഡിജിറ്റലായിട്ട് മൂല്യവർദ്ധിതമായ പണം എങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഈ രണ്ട് ചിന്തകളിൽ നിന്ന് അദ്ദേഹം അമേരിക്കയിൽ പോയി 7-8-9 വർഷക്കാലത്തോളം റിസർച്ച് ചെയ്ത് ഈ രണ്ട് കാര്യങ്ങൾക്കും പരിഹാരമായിട്ടാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയും, രണ്ടാമത് മൂല്യവർദ്ധിത പണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഫലമായിട്ട് ഡിജിറ്റൽ കറൻസിയായ ക്രിപ്റ്റോ കറൻസി എന്നൊരാശയം അദ്ദേഹം, അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഈ സതോഷി നഗോമോട്ടോ ഡിജിറ്റലായിട്ട് ഉണ്ടാക്കിയെടുത്ത ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. 2014 അമേരിക്കൻ സർക്കാർ, US സർക്കാർ അത് ലോഞ്ച് ചെയ്യുന്നത്. അന്നതിൻ്റെ വാല്യം ഏകദേശം ഒരു $5 50 രൂപയ്ക്ക് താഴെ. അന്നൊരു ഡോളറിന് 10 രൂപ, 9 രൂപ, 10 രൂപയേ ഉള്ളൂ. ഒരു 50 രൂപയ്ക്ക് താഴെയായിരുന്നു. ഇന്ന് നിങ്ങൾ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, ബിറ്റ് കോയിൻ്റെ വില ഏതാണ്ട് അപ്രോക്സിമേറ്റ് 60 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്ന് ചോദിച്ചാൽ, അതൊരു പൊതു കണക്ക് പുസ്തകമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാം. അറിയാൻ അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. ഒരു 4 പേര് ചേർന്ന് ഒരു വീട് വാടകയ്ക്ക് താമസിക്കുന്നത് സങ്കല്പിക്കുക. ഈ 4 പേർക്കും ആ വീടിനെ സംബന്ധിക്കുന്ന 4 ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുവെന്ന് വിചാരിക്കുക.
ഒരാൾക്ക് മാസം വാടക കൊടുക്കുന്ന ഉത്തരവാദിത്തം, ഒരാൾക്ക് മാസത്തിലുണ്ടാകുന്ന ചെലവുകൾ എഴുതി വെക്കുന്ന ഉത്തരവാദിത്തം, ഒരാൾക്ക് കറണ്ട് ബില്ല്, അങ്ങനെ 4 ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കുന്നു. അവർക്ക് 4 പേർക്കും ഇത് എഴുതി വെക്കാനായിട്ട് ഒരു ബുക്ക്, 4 ബുക്ക് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. കുറേ കാലം കഴിയുമ്പോൾ ഇതിൽ ആരെങ്കിലുമൊക്കെ മാൾ പ്രാക്ടീസ് നടത്താൻ വേണ്ടി യഥാർത്ഥ കണക്കിൽ നിന്ന് മാറ്റി ചിലപ്പം അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ഇച്ചിരി കൂടുതൽ എഴുതി വെക്കും. ഇത് മറ്റു 3 പേരും അറിയില്ല. അതുപോലെ ഇവർ ഓരോരുത്തരും ചെയ്താൽ പരസ്പരം അവരറിയില്ല. അവസാനം മാസാവസാനമാകുമ്പോൾ കണക്ക് നോക്കുമ്പം പൈസ ഒരുപാട് ചിലവ് വരുന്നു. അങ്ങനെ അതിന് പരിഹാരമായിട്ട് അവർ ഈ 4 ബുക്കുകൾ മാറ്റിയിട്ട് 4 പേരുടെയും ചിലവുകളിലൂടെ ഒരു ബുക്കിൽ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ബുക്കിൽ ഞാൻ എഴുതുന്ന എൻ്റെ ഉത്തരവാദിത്തത്തിൽ എത്ര രൂപയായെന്ന് ഞാൻ എഴുതി വെക്കുന്നത് മറ്റ് 3 പേർക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ഒരാളെ പറ്റിക്കുക എന്ന് പറയുന്ന പരിപാടി നടക്കാതായി. ഈ 4 ബുക്കുകൾ 4 കമ്പ്യൂട്ടറാണെന്ന് സങ്കല്പിച്ചാലോ. അപ്പോൾ അതിനകത്ത് എഴുതി വെക്കുന്ന രേഖകൾ മറ്റുള്ളവർ കാണുന്നു. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് കമ്പ്യൂട്ടറുകളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഡിജിറ്റൽ രേഖ ഇത്രയും കമ്പ്യൂട്ടറുകളിൽ ശേഖരിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് ഹാക്ക് ചെയ്യാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. ഒരു കമ്പ്യൂട്ടർ നശിപ്പിച്ചാൽ അതേ പോകുന്നുള്ളൂ. ബാക്കി 999 കമ്പ്യൂട്ടർ ഇതിനകത്ത് ഇതേ രേഖകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമുക്ക് നശിപ്പിക്കാനോ ഹാക്ക് ചെയ്യാനോ പറ്റില്ല എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂല്യവർദ്ധിത പണം എങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു 1000 രൂപ ഒരു 10 വർഷം മുമ്പ് 1000 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ ഇപ്പോൾ 1000 രൂപ കൊടുത്താൽ കിട്ടുമോ? എന്താണ് അതിൻ്റെ കാരണം? സാധനങ്ങളുടെ മൂല്യം കൂടി, അത് വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ മൂല്യം കൂടി, അത് വാങ്ങിക്കാനുള്ള വില കൂടി. പക്ഷേ നമ്മൾ ചിലവാക്കുന്ന ഈ 1000 രൂപ എന്ന് പറയുന്നത് 1 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും 1000 രൂപ 1000 രൂപ തന്നെ. ഒരു മൂല്യവും അതിന് കൂടുന്നില്ല. ഒരു 0.01% പോലും ഈ 1000 രൂപ എന്നുള്ളത് അതിൻ്റെ മൂല്യം കൂടുന്നില്ല. അതിന് പരിഹാരമായിട്ടാണ് ഡിജിറ്റൽ കറൻസി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തത്. എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 10-20,000-ൽ പരം ഡിജിറ്റൽ കറൻസികൾ വരുന്നുണ്ട്. ഇതിനകത്ത് തട്ടിപ്പുണ്ട്, തട്ടിപ്പ് കമ്പനികളുണ്ട്, നാട്ടുകാരുടെ പൈസ എങ്ങനെ പിടിച്ചെടുക്കാം എന്നും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. നമുക്കിതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല, ജെനുവിനായിട്ടുള്ള ഏതാ, തട്ടിക്കുന്ന ഏതാ. അങ്ങനെ എൻ്റെയും പൈസ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട് നിരാശനായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്ന് യൂട്യൂബിനകത്ത് ഒക്കെ വരുന്ന വീഡിയോസൊക്കെ, പ്രത്യേകിച്ച് അനസാറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മിക്കവാറും കാണാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജയകുമാർ സാറും ഈ അനസാറുള്ളൊരു ഇൻ്റർവ്യൂ കാണാനിടയായി. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആ ആത്മാർത്ഥത ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ, ഒരാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനകത്ത് ഉള്ള ആത്മാർത്ഥത തിരിച്ചറിയാൻ പറ്റുമല്ലോ. പിന്നെ അതുമാത്രമല്ല, ഈ 10 ഫിസിക്കൽ പ്രോജക്റ്റുകളെക്കുറിച്ച് പറഞ്ഞു. അതാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്ത ഒരു കാര്യം. ഇപ്പോൾ ഡിജിറ്റൽ കറൻസി ആർക്ക് വേണേലും അവനവൻ്റെ ആസ്തി അനുസരിച്ച് വാങ്ങിച്ചു വെക്കാം, വില കൂടുന്നതനുസരിച്ച് വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അതിലുപരി ഈ 10 ഫിസിക്കൽ പ്രോജക്റ്റുകൾ ഇപ്പോൾ കണ്ട് 3 എണ്ണം കണ്ട് ലോഞ്ച് ചെയ്തെന്നാ ഞാൻ സമയമല്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് 3 എണ്ണം ആയിട്ടുണ്ട്. ബാക്കി 7 എണ്ണവും കൂടെ വരുന്നൊരു സമയത്ത് നമുക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പരമ്പരകൾക്ക്, ഭാവിയിൽ അവർക്ക് എങ്കിലും അത് പ്രയോജനപ്പെടും എന്നുള്ളൊരു വിശ്വാസം അന്നെനിക്കുണ്ടായി. ഈ ഇൻ്റർവ്യൂ കണ്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്ത്, പിന്നീട് ഞാൻ എൻ്റെ ഇളയ മകനെയും കൂടെ 20 കോയിൻ എടുപ്പിച്ചുകൊണ്ട് ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് ഞാൻ പറയുന്ന സാറ് ഈ വീഡിയോയ്ക്കകത്ത് പലരോടും പലപ്പോഴായിട്ടും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് തെറ്റരുത് എന്ന് പറയുന്നത് വേറൊന്നുകൊണ്ടുമല്ല. ഒരു ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ അത്
വ്യക്തമാക്കുക. അപ്പോൾ നമ്മളൊരു 10, 30, 35 തരം ഫ്രൂട്ട്സ് ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മൾ അടിച്ച് അതൊരു ഗ്ലാസ്സിലോ കപ്പിലോ ഒഴിച്ചിട്ട് ആ മുന്തിരി മാത്രം ഇനി എടുത്തുകൊണ്ട് പോവാ എന്ന് പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതേ ബുദ്ധിമുട്ടാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നിന്ന് കൊടുത്ത ഒരു ഇൻഫർമേഷൻ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയോ അത് റീറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഈ പറഞ്ഞതുപോലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സാർ എപ്പോഴും പറയാറുള്ളത് പോലെ കൊടുക്കുന്ന ഇൻഫർമേഷൻ, ഇപ്പോൾ മെറ്റാമാസ്കിനകത്ത് നമ്മൾ പിന്നെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ 12 പാസ്വേഡുകൾ എഴുതി വെക്കണമെന്ന് പറയുന്നത് അത് മസ്റ്റായിട്ടും വെച്ചിരിക്കണം. അതില്ലെങ്കിൽ ആ ഫോണിന് എന്തെങ്കിലും പറ്റുകയോ സാങ്കേതികമായിട്ട് എന്തെങ്കിലും തകരാറ് പറ്റുകയോ ചെയ്താൽ നമുക്കത് റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റില്ല. ലോകത്തൊരാൾക്കും പറ്റില്ല. ഈ ഫൗണ്ടർക്കോ അല്ല ഇതിനകത്തുള്ള അഡ്മിനോ ആർക്കും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പണം നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ള താല്പര്യത്തിലാണ് സാർ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും ഓർപ്പിക്കാറുള്ളത്. അതുപോലെ എനിക്കും അതേ പറയാനുള്ളൂ. ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് മാത്രമേ നഷ്ടപ്പെടൂ. നമ്മളൊരാൾ ഇങ്ങനെയാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അത് മറ്റൊരു രീതിയിൽ നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ളതുകൊണ്ടാണ്, അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുള്ളതുകൊണ്ടും പോകരുത് എന്നുള്ള താല്പര്യം കൊണ്ടാണ് സാർ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രോജക്റ്റ് ഭാവിയിലേക്ക് മറ്റ് കമ്പനികൾക്കോ മറ്റ് ഡിജിറ്റൽ കറൻസികൾക്കോ കമ്പനികൾക്കോ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ ഫിസിക്കൽ പ്രോജക്റ്റ്. അത് ഭാവിയിലൊരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനകത്ത് ഞാനും ഒരു പാർട്ടാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഫൗണ്ടർക്കും അഡ്മിന്മാർക്കും എല്ലാവർക്കും ഇതിൻ്റെ ഗുണം ഭാവിയിൽ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിൻ്റെ ഫൗണ്ടറായ ജയകുമാർ സാറിനും ഇതിൻ്റെ അഡ്മിന്മാർക്കും ഓരോ ജില്ലയിലെ ഭാരവാഹികൾക്കും അവർ എടുക്കുന്ന ആ എഫർട്ടിന് വലിയ വലിയ മൂല്യം കൽപ്പിച്ചുകൊണ്ട് ഒരു വലിയ നമസ്കാരത്തോടുകൂടി ഞാൻ നിർത്തുന്നു. നമസ്കാരം.